അഡിനോയിഡ് എൻലാർജ്മെൻറ്റ് നമ്മൾ മെഡിക്കലി ആണ് ആദ്യം മാനേജ് ചെയ്യുന്നത്. നാച്ചുറലി ഇതിൻ്റെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് 2 to 3 years ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഒരു എൻലാർജ്മെൻറ്റ് കാണും. പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അഡോളസൻസ് ആകുമ്പോഴത്തേക്ക് യൂഷ്വലി ഇത് റിഗ്രസ് ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ നമ്മൾ പറഞ്ഞ ഈ അഡോളസൻസ് ആ ടൈം പീരീഡ് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ ഗ്രോത്ത് നടക്കുന്നൊരു സമയം, ഫേഷ്യൽ സ്കെൽറ്റൻ ഗ്രോ ചെയ്യുന്ന ടൈമാണ്. അപ്പം സിഗ്നിഫിക്കൻ്റ് ഒബ്സ്ട്രക്ഷൻ ഉള്ള കേസുകൾ, അപ്പം ഇതിന് അലക്സ് ചോദിച്ച മാതിരി ഇത് എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ്, അപ്പോൾ യൂഷ്വലി ഫസ്റ്റ് ലൈൻ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. നമുക്കിത് എൻഡോസ്കോപ്പി ചെയ്ത് എക്സ്റേ വഴി ഇത് എത്ര എൻലാർജ്ഡ് ആണ്, എത്ര പെർസെൻറ്റേജ് ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, അതിൻ്റെ ഗ്രേഡിംഗ് ഉണ്ട്, അങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം. മിനിമലായിട്ടുള്ള ഒബ്സ്ട്രക്ഷൻസ് യൂഷ്വലി ആർ മാനേജ്ഡ് മെഡിക്കലി. ഓൾമോസ്റ്റ് എല്ലാ എല്ലാ അഡിനോയിഡ് എൻലാർജ്മെൻറ്റും നമ്മൾ മെഡിക്കലിയാണ് ആദ്യം മാനേജ് ചെയ്യുന്നത്. മെഡിക്കലി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ പേരൻസിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരുമ്പോൾ ചോദിക്കാം, കുട്ടി ഇപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടോ, വായടച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടോ, കൂർക്കമ്പലി നേരത്തെ പോലെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ സിംറ്റംസിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നു, സബ്സിക്വൻറ്റ് ഫോളോ അപ്പിൽ ഈ പറഞ്ഞ അഡിനോയിഡ്സിൻ്റെ സൈസ് റിഗ്രസ് ചെയ്യുന്ന കാണുന്നതാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കൽ ലൈൻ ഓഫ് മാനേജ്മെൻറ്റിൽ പോയാൽ. എന്നാൽ ഒരു കാറ്റഗറി ഓഫ് കുട്ടികൾ ഈ മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്നു, യാതൊരു മാറ്റമില്ല. അപ്പോൾ യൂഷ്വലി ഒരു ഫോളോ പ്രോട്ടോക്കോൾ മീൻസ് ഇത് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ 3 മാസം വരെ ഈ നേസൽ സ്പ്രേസ് ഉണ്ട്, സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസ്, അത് കൊടുക്കും. 3 months വരെ നോക്കിയിട്ട് പീപ്പിൾ ഹു ആർ ഡൂയിങ് ബെറ്റർ തീർച്ചയായിട്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പറയും. അല്ലാത്തവർക്ക് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൺസിഡർ ചെയ്യേണ്ടി വരും. അഡിനോയിഡ് എൻലാർജ്മെൻറ്റ് നമ്മൾ മെഡിക്കലിയാണ് ആദ്യം മാനേജ് ചെയ്യുന്നത്. മെഡിക്കലി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ പേരൻസിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരുമ്പോൾ ചോദിക്കാം, കുട്ടി ഇപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടോ, വായടച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടോ, കൂർക്കമ്പലി നേരത്തെ പോലെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ സിംറ്റംസിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നു, സബ്സിക്വൻറ്റ് ഫോളോ അപ്പിൽ ഈ പറഞ്ഞ അഡിനോയിഡ്സിൻ്റെ സൈസ് റിഗ്രസ് ചെയ്യുന്ന കാണുന്നതാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കൽ ലൈൻ ഓഫ് മാനേജ്മെൻറ്റിൽ പോയാൽ. എന്നാൽ ഒരു കാറ്റഗറി ഓഫ് കുട്ടികൾ ഈ മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്നു, യാതൊരു മാറ്റമില്ല. അപ്പോൾ യൂഷ്വലി ഒരു ഫോളോ പ്രോട്ടോക്കോൾ മീൻസ് ഇത് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ 3 മാസം വരെ ഈ നേസൽ സ്പ്രേസ് ഉണ്ട്, സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസ്, അത് കൊടുക്കും. 3 months വരെ നോക്കിയിട്ട് പീപ്പിൾ ഹു ആർ ഡൂയിങ് ബെറ്റർ തീർച്ചയായിട്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പറയും. അല്ലാത്തവർക്ക് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൺസിഡർ ചെയ്യേണ്ടി വരും.